ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നാ, ഒത്തിരിയും പേര് ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ഫേഷ്യൽ ചെയ്യാറുണ്ട്, അതുപോലെ ഫ്രൂട്ട് ഫേഷ്യൽ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ പാർലറിലൊക്കെ നിറയെ ഓടിയിരുന്ന ഫേഷ്യലുകളാണ് ഇത് രണ്ടുമേ. അപ്പോൾ ഇത് ഇപ്പോൾ കൊറോണ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്, പോകാൻ പറ്റാത്ത അവസ്ഥയുള്ളവർക്കൊക്കെ വേണ്ടി ഞാൻ കുറച്ച് പൊടിക്കൈകൾ, ഒരു ചെറിയ ഫേഷ്യലും ചെറുതല്ല കേട്ടോ, നല്ല ഗുണം കിട്ടുന്ന ഫേഷ്യലും ഫ്രൂട്ട് ഫേഷ്യലും ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ, പാക്കൊക്കെ ആയിട്ട് വന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് എന്താണെന്നോ, മത്തങ്ങയാണ് കേട്ടോ, മത്തങ്ങയാണ്. അപ്പോൾ ഞാൻ ഈ മത്തങ്ങയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഈ പറഞ്ഞു പോയിട്ടുള്ള ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സിന് എടുത്തിട്ടിരിക്കുന്ന നാച്ചുറൽ റെമഡീസിലൊക്കെ ഉള്ളതുപോലെ തന്നെ എല്ലാ വൈറ്റമിൻസും മിനറൽസും ഈ മത്തങ്ങയിലുണ്ട്. എല്ലാത്തിലുപരി മറ്റുള്ള പലതിലും ഇല്ലാത്ത ഫ്രൂട്ട് എൻസൈം എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയും കൂടെ മത്തങ്ങയിലുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുള്ളായിരിക്കും. മത്തങ്ങ കഴിക്കുന്നതും മത്തങ്ങക്കുരു എല്ലാം നമുക്കറിയാമല്ലോ, വളരെ നമ്മുടെ സ്കിന്നിനൊക്കെ തിളക്കം കിട്ടുന്നതിനും എല്ലാത്തിനും ഇത് നല്ലതാണ്, കഴിക്കുന്നതിനും ആരോഗ്യത്തിനും വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഇനി മത്തങ്ങയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് പറയട്ടെ. മെയിനായിട്ട് എടുത്തു പറയാനുള്ളത് വൈറ്റമിൻ എ കേട്ടോ, റെറ്റിനോൾസ്. അപ്പം നമ്മുടെ ആഗ്നയ്ക്കൊക്കെ പാടുകൾ പോകുന്നതിനൊക്കെ നല്ലതാണ്. പിന്നെ വൈറ്റമിൻ സി ഉണ്ട്, അതായത് നല്ല പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. വൈറ്റമിൻ ഇ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സണ്ണിൽ നിന്നുള്ള ഡാമേജിനെ തടുക്കുന്നതിനും റിങ്കിൾസൊക്കെ തടയുന്നതിനും എല്ലാത്തിനും നല്ല ഒന്നാന്തരം വൈറ്റമിൻസൊക്കെയാണിത്. പിന്നെ ഇതിനകത്ത് സിങ്കും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ മുഖക്കുരൊക്കെ കുറയുന്നതിനൊക്കെ വളരെ എഫക്റ്റീവായ ഒരു ചേരുവയാണ്. പിന്നെ അടങ്ങിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് ഫ്രൂട്ട് എൻസൈമാണ്. ഫ്രൂട്ട് എൻസൈം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലെ എക്സ്ഫോലിയേഷനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്കിന്നിലെ ഡെഡ് സ്കിന്നൊക്കെ പോയി സ്കിൻ നല്ല ഗ്ലോ കിട്ടുന്നതിനാണ് ഈ ഫ്രൂട്ട് എൻസൈം നമ്മളെ സഹായിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് വേറെ ഒത്തിരി ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം എന്താ ചെയ്യണ്ടേ, നമുക്ക് ഫ്രൂട്ട് ഫേഷ്യൽ ചെയ്യാം അല്ലേ, ഫ്രൂട്ട് ഫേഷ്യൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം എന്താണെന്നോ, ഈ മത്തങ്ങ അരച്ചത് വേണം കേട്ടോ. ഒരു 2-3 സ്പൂണ് മത്തങ്ങ അരച്ചത് വേണം. അപ്പോൾ ഫ്രൂട്ട് ഫേഷ്യലിൻ്റെ ഗുണമെന്ന് പറഞ്ഞോട്ടെ, ഇത് നല്ല എക്സ്ഫോലിയേഷനാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്കിന്നിന് ഗ്ലോ കിട്ടും. അപ്പോൾ ഏറ്റവും നല്ലത് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്കേ, അവരുടെ ആ ഡെഡ് സ്കിൻ പോകുമ്പോൾ തന്നെ ആ കളറിനൊരു വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഫ്രൂട്ട് ഫേഷ്യൽ. അപ്പോൾ നമുക്ക് മത്തങ്ങ അരച്ചത് വേണം. പിന്നെ നമുക്ക് വേണ്ടത് പപ്പായയാണ്. പപ്പായയിലും മത്തങ്ങയില പോലെ തന്നെ എല്ലാ ഗുണങ്ങളും പപ്പായയിലുണ്ട്. ഓൾറെഡി ഞാൻ ഒരു പപ്പായ ഫേഷ്യൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പപ്പായയിലടയ്ക്കുന്ന പമ്പേൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്രൂട്ട് എൻസൈമാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പം ഒരു കഷ്ണം പഴുത്ത പപ്പായയും വേണം, പിന്നെ നമുക്ക് ഒരു കഷ്ണം മത്തങ്ങയും വേണം. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് അരയ്ക്കുക. അതിലേക്ക് നമുക്ക് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു 3-4 സ്പൂൺ ഒഴിച്ചാൽ മതി. എല്ലാം ഒഴിക്കണ്ട. ഇനി എല്ലാം നിങ്ങൾക്ക് ഒഴിക്കണമെങ്കിൽ ഒഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്, അതിന് വിഷയമൊന്നുമില്ല. അപ്പോൾ ഇതും കൂടെ, അപ്പോൾ ചിലവർ എൻ്റെ അടുത്ത് മുട്ടയുടെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട് അവർക്ക് മുട്ട ഇഷ്ടമല്ല, അതിന് പകരം വേറെ എന്തെങ്കിലും പറയാം. അപ്പം നിങ്ങൾ കോൺഫ്ലവർ എടുത്തോളൂ, ചോളപ്പൊടി നല്ലതാണ് കേട്ടോ, മുട്ടയ്ക്ക് പകരം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുക. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം പാക്കായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഫേഷ്യലായിട്ടാണ് നിങ്ങളൊരു അങ്ങനെ റൂട്ടീനായിട്ട് ഫേഷ്യൽ പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വേണം, സ്ക്രബ് ഉണ്ടാക്കണ്ടേ. കാര്യം ഇത് നല്ല എക്സ്ഫോലിയേഷനാണ്, എങ്കിലും നമ്മുടെ ഡെഡ് സ്കിൻ ഒന്നും കൂടെ പോകുന്നതിനായിട്ട് നമുക്ക് മത്തങ്ങ അരച്ചയിൽ 1/2 സ്പൂൺ കാപ്പിപ്പൊടി, 1/2 സ്പൂൺ പഞ്ചസാര പൊടിച്ചത് അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ, ഓക്കെ, കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്തെല്ലാം ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡെഡ് സ്കിന്നൊക്കെ പോവും. എന്നിട്ട് സ്റ്റീം ചെയ്ത മുഖത്ത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയുക. നല്ലോണം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുകയോ തുടയ്ക്കുകയോ ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് ഈ പാക്ക് ഇടാൻ കേട്ടോ. അതിങ്ങനെ ഫുള്ളായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. ക്ലെൻസിങ്ങും ചെയ്യണേ ആദ്യം, അതെല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ പാൽ വെച്ച് ക്ലെൻസാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റീം കൊടുക്കുന്നു,
അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ തണുത്ത വെള്ളം കൊണ്ട് മുഖം അതായത് ടോൺ ചെയ്യുന്നു, കഴുകുന്നു. ശേഷം നമ്മൾ പാക്ക് ഇടുന്നു. ഓക്കെ, പാക്ക് ഇട്ട് കഴിഞ്ഞ് മുഖമൊക്കെ നമുക്ക് നല്ല വെറുതെ പ്ലെയിൻ വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി AH ഫേഷ്യൽ ചെയ്യേണ്ടവർക്കാണ് ഞാൻ അടുത്തതായിട്ട് പറഞ്ഞു തരുന്നത്. അതിന് നമുക്ക് ആവശ്യം എന്തൊക്കെയാണെന്നോ, മത്തങ്ങ അരച്ചത് വേണം കേട്ടോ. ഒരു 2-3 സ്പൂണ് നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് അതിനകത്ത് നമുക്ക് ജാതിക്ക പൊടിക്കും, ജാതിക്കുരു കേട്ടോ, ജാതിക്കുരു പൊടിച്ചെടുത്തത് 1 സ്പൂൺ, മത്തങ്ങ അരച്ചത് 2 സ്പൂണ്, പിന്നെ തേന് 1 സ്പൂണ്, അതുപോലെ ആപ്പിൾ സിഡർ വിനെഗർ ഒരു 6 തുള്ളി ഒഴിച്ചോളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പാക്കായിട്ട് ഇടാം. ഇത് നല്ല ഒന്നാന്തരം പാക്കാണ്. നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ പോകുന്നതിനും സൺ ടാൻ പോകുന്നതിനും സണ്ണിൽ നിന്നുള്ള ആ ഡാമേജ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളതൊക്കെ പോകുന്നതിനും ഒക്കെ വളരെ നല്ല ഒരു പാക്കാണ് ഇത്. നിങ്ങൾക്ക് ഫേഷ്യലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാട്ടോ. ആദ്യം തന്നെ നമുക്ക് പാല് വെച്ച് ക്ലെൻസ് ചെയ്യാം, അതിനുശേഷം നമുക്ക് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നാലും ഒന്നും കൂടെ പറയാം. മത്തങ്ങ അരച്ചതും കാപ്പിപ്പൊടി 1 സ്പൂണും പിന്നെ ബ്രൗൺ ഷുഗർ 1 സ്പൂണും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് മുഖം നന്നായിട്ട് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കഴുകി കളയണേ. കഴുകി കളഞ്ഞിട്ട് സ്റ്റീം വേണ്ടവർക്ക് സ്റ്റീം ചെയ്യാം. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റീം ചെയ്യാം. അല്ലെ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങളത് നല്ലൊരു തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുമോ, ഐസ് ഒരു കോട്ടണിൽ ചുറ്റിയിട്ട് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ആ പോഴ്സൊക്കെ അടഞ്ഞു പോയിക്കോളും. നമ്മൾ സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ പോഴ്സൊക്കെ തുറക്കുമല്ലോ, അത് അടയുന്നതിനാണ് ഈ ഐസ് വെച്ച് കൊടുക്കുന്നത്. ഡയറക്റ്റ് വെക്കരുത് കേട്ടോ. പലരും അങ്ങനെ പറയാറുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഏറ്റവും നല്ലത് നമ്മൾ കോട്ടണിൽ ഐസ് പൊതിഞ്ഞിട്ട് മുഖത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഞാൻ ഈ പറഞ്ഞ പാക്ക് ഇടാം. ഇത് നിങ്ങൾക്ക് AH ഫേഷ്യലായിട്ട് എടുക്കാം. പാർലറിൽ പോയി ചെയ്യണ എഫക്റ്റ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ. ഇനി ഞാൻ ഒരു പാക്കും കൂടെ പറഞ്ഞുതരാം. അത് ഡീറ്റോക്സിഫൈയിങ് പാക്കാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. നമ്മുടെ സ്കിന്നിൽ ഉള്ള വിഷാംശങ്ങൾ ടോക്സിൻസിനൊക്കെ നീക്കം ചെയ്യുന്നതിന്, പോഴ്സിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കണ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നുള്ള പൊടി പടലങ്ങളും മറ്റുള്ള കാര്യങ്ങളും ആവശ്യത്തിൽ കൂടുതലുള്ള സെബം വന്ന് അടിഞ്ഞതും ഒക്കെ പോകുന്നതിനാണ് നമ്മൾ ഡീറ്റോക്സിഫൈയിങ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇതും ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നോ, മത്തങ്ങ അരച്ചത് വേണം 2-3 സ്പൂണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫുൾ എഗ്ഗ് വേണം. അതിന് പകരം ചോളപ്പൊടി എടുക്കാം കേട്ടോ, വേണം. അത് എഗ്ഗ് ഇഷ്ടമില്ലാത്തവർക്കാണ്. എനിക്ക് എഗ്ഗ് തന്നെ നിങ്ങൾ എടുക്കണ ഇഷ്ടം. അപ്പോൾ എഗ്ഗ് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ. 3 സ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയാവും. അധികം ഒഴിക്കേണ്ട കാര്യം വരുന്നില്ല അതിനകത്ത്. പിന്നെ നമ്മൾ ഹണി ഒഴിക്കുന്നുണ്ട് 1 സ്പൂണ്. അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനെഗർ ഒരു 5 തുള്ളി ഇടുന്നുണ്ട്. അപ്പം ഞാനൊന്നും കൂടെ പറയട്ടെ. മത്തങ്ങ അരച്ചത് വേണം, എഗ്ഗ് വേണം, ഫുൾ എഗ്ഗാണ് കേട്ടോ, വൈറ്റ് അല്ല, ഹണി വേണം, പിന്നെ ആപ്പിൾ സിഡർ വിനെഗർ. ഈ ഇത്രയും ഐറ്റംസാണ് നമുക്ക് പിന്നെ ഡീറ്റോക്സിഫൈങ് മാസ്കിന് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് പാക്കും അപ്ലൈ ചെയ്യാൻ കേട്ടോ. മുഖം ക്ലീൻ ചെയ്തിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്യുക. അത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഈ എഗ്ഗ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ 15 മിനിറ്റ് വേണ്ടി വരില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആവും. അധികം ഇങ്ങനെ ഡ്രൈ ആയി കടിച്ചു പിടിച്ചിരിക്കണ്ട. നിങ്ങളൊന്ന് സെമി ഡ്രൈ ആകുമ്പോഴത്തേനും കഴുകിക്കോളൂ. അധികം ഡ്രൈ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു വലിച്ചിൽ വരും. പിന്നെ ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ, സംസാരിക്കൊന്നും ചെയ്യരുത് പാക്ക് ഇട്ടാൽ. അപ്പോൾ നമ്മളങ്ങനെ ഈ പാക്ക് അങ്ങനെ ഇടാം. അപ്പോൾ 3 പാക്ക് ഞാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ ഈ മത്തങ്ങ. അപ്പോൾ മത്തങ്ങ അന്വേഷിച്ച് എങ്ങും പോകണ്ടല്ലോ. നമ്മുടെ ഓൾറെഡി നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സുലഭമായി നമുക്ക് സാമ്പാർ കഷ്ണമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്. നമുക്ക് വലിയ പൈസ ചിലവൊന്നുമില്ല. ഒരു കഷ്ണം എടുത്ത് നമുക്കത് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കും. ഒരാഴ്ചയൊക്കെ നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ എന്നെ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഒത്തിരി പേരുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളൊക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.